ശിവപ്രസാദ് നോക്കൂ, ഈ എൻ രാധാകൃഷ്ണൻ ഫേസ്ബുക്കിലേക്ക് നോക്കൂ. അവിടെ അദ്ദേഹം ഈ ഒരു BJP-യുടെ നേതാവ് എന്ന നിലയ്ക്കല്ല, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇടുന്നത് മൊത്തം ഈ പറയുന്ന രീതിയിൽ പാതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വലിയ ചിത്രം ഉൾപ്പെട്ട പോസ്റ്ററുകൾ, പരിപാടിയുടെ ഇതുകൾ, താങ്ക് യു സൈൻ എന്ന ഈ പാതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടിയവർ പറയുന്നതും നൂറുകണക്കിനാണെന്ന് ഇട്ടേക്കുന്നത്. ഈ കാലയളവിൽ ഒന്നിലും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് മനസ്സിലാവുന്നില്ലേ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് മനസ്സിലാവുന്നില്ലേ ഇതൊരു തട്ടിപ്പ് പരിപാടിയാണെന്ന്? മനസ്സിലാവാത്ത എന്താണ് ശ്രീ ശിവപ്രസാദ്? ഹാഷ്മി പറഞ്ഞതുപോലെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നീണ്ടു കിടക്കുന്ന ആ ഒരു തട്ടിപ്പിൻ്റെ ഒരു പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചെന്നു കുടുങ്ങാത്തവരാരുമില്ല, അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്നത് മാതിരിയാണിത്. അങ്ങനെ ചെയ്യാമോ? എൻ രാധാകൃഷ്ണനെ പോലെയുള്ള അല്ലെങ്കിൽ BJP-യുടെ ഒരു സീനിയർ നേതാവ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകർ, അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ പാടില്ലാത്തതാണ്, പാടില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്താണ് ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനം ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വളരെ അവരുടെ ആ ഒരു സാമ്പത്തിക ഭദ്രത അനുസരിച്ച് വളരെ കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് ഇത് നൽകുന്ന ഒരു വലിയ സംഭവം, വലിയൊരു പദ്ധതി, അതിൻ്റെ അകത്ത് ഇവരെ മുഴുവനും വിശ്വാസത്തിലെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നം ഇരിക്കുന്നത്. ഇനിയും ഈ സൈൻ എന്നുള്ള സംഘടനയെ പറ്റി, ഈ സൈൻ കഴിഞ്ഞ ഇന്നും ഇന്നലെയും പൊട്ടിമുളച്ച് വന്നതൊന്നും അല്ല. ഈ സൈന് കഴിഞ്ഞ 10-20 വർഷമായി ഈ കേരളത്തിൽ പല വിധത്തിലുള്ള സാമൂഹ്യ പ്രവർത്തന, സാമൂഹ്യ സേവന രംഗത്ത് വളരെ 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 സജീവമായ സംഘടനയാണ്. അത് മുദ്രാ ലോൺ സംഘടിപ്പിച്ചു കൊടുക്കുന്ന മുദ്രാ ലോണുകളായി, ആയുഷ്മാൻ ഭാരതിൻ്റെ ഭാഗമായി, അതേപോലെ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായി വീടുകൾ കൊടുക്കുക, ആ രീതിയിലുള്ള, അതുപോലെ ഈ കേരളത്തിൽ ഇവിടെ ഉദ്യോഗസ്ഥ വൃന്ദം ഇടഞ്ഞു നിന്നിരുന്ന സമയത്ത് ഈ ജൻ ഔഷധി കേന്ദ്രങ്ങൾ മരുന്നുകൾ പകുതി വിലയ്ക്കും 4-1 വിലയ്ക്കുമൊക്കെ വളരെ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ആ സംഭവം തുടങ്ങാൻ ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദം വളരെ ഉടക്കി നിന്ന സമയത്ത് അതിന് മുന്നിട്ടിറങ്ങി ആദ്യമായി കേരളത്തിൽ ജൻ ഔഷധി കേന്ദ്രങ്ങൾ തുടങ്ങുന്ന, അങ്ങനെ എത്രയോ കാലമായി, കഴിഞ്ഞ 10-20 വർഷമായി വിശ്വാസമാർജിച്ച ഒരു NGO ആണത്. അത് മാത്രമല്ല, ഈ അനന്തകൃഷ്ണൻ അദ്ദേഹത്തിനെ കണ്ട സമയത്ത് ഈ സൈൻ എന്ന് പറയുന്ന സംഘടന ഈ കോൺഫെഡറേഷനിൽ അംഗമായിട്ടില്ല. ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശരി, ഞങ്ങൾ അതിൻ്റെ ഒരു ഏജൻസിയായിട്ട് വർക്ക് ചെയ്യാം എന്ന അടിസ്ഥാനത്തിലാണ്, ആ ഒരു ബേസിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സൈനിന് ഈ CSR ഫണ്ട് കിട്ടിയിട്ടുമില്ല. ആ കോൺഫെഡറേഷൻ അംഗമായിട്ടുള്ള CSR ഫണ്ട് ആർക്കും കിട്ടിയിട്ടില്ല. ഇയാളുടെ ഈ പറയുന്ന അനന്തകൃഷ്ണന്റെ ഏതോ 3-4 കമ്പനികൾക്ക് ഈ പറഞ്ഞ CSR ഫണ്ട് കിട്ടാനുള്ള യോഗ്യതയുള്ള കമ്പനികളും അല്ല. CSR ഫണ്ട് എന്ന് ഇയാൾ വെറുതെ പറഞ്ഞതാണ്. ഇപ്പോൾ ശ്രീ P. സരിൻ പറയുന്നത് പോലെ ഇനി വരുന്ന വഴി, ഇപ്പോഴും ഈ അനന്തകൃഷ്ണൻ വിശ്വസിച്ചിരിക്കുന്നത് വരുന്ന വഴിയിൽ എവിടെയോ CSR ഫണ്ട് കാത്തിരിപ്പുണ്ട്, ആ ഫണ്ട് വരുമ്പോഴേക്ക് പണം കൊടുത്തു തീർക്കാമെന്നാണ് അയാൾ വിശ്വസിക്കുന്നതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതോ? അത് CSR ഫണ്ട് അയാൾക്ക് വരില്ല. CSR ഫണ്ട് കിട്ടാനുള്ള നടപടിക്രമങ്ങളെന്ന് പറയുന്നത് വളരെ വളരെ നീണ്ടതാണ്. ആ പ്രോസസ്സ് വളരെ വലുതാണ്. ഇപ്പോൾ ഇവിടെ സരിൻ പറയുന്ന മാതിരിയല്ല, 2013 മുമ്പ് 2014 മുമ്പ് ഇവിടെ CSR ഫണ്ട് എങ്ങനെയായിരുന്നു ഉപയോഗിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ധവളപത്രം ഇറങ്ങുകയാണെങ്കിൽ അറിയാം ഇവിടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്നുള്ളത്. എന്നാൽ ഇപ്പോൾ CSR ഫണ്ട് കിട്ടുന്ന പൂർണ്ണമായും ഓൺലൈനിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ റെക്കോർഡ്സും വെരിഫൈ ചെയ്ത് അത്രമാത്രം സുതാര്യമായിട്ടാണ് ഇപ്പോൾ CSR ഫണ്ട് പോകുന്നത്, CSR ഫണ്ടുകൾ റിലീസ് ചെയ്യുന്നത്. അതും കൃത്യമായി ഈ ആൾക്കാരുടെ പോക്കറ്റിലേക്ക് അല്ല പോകുന്നത്, ഏജൻസികളുടെ അല്ലെങ്കിൽ യോജിപ്പൊക്കെ നിങ്ങളുടെ അവസരത്തിൽ പറയൂ. ശരി.